എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓന്ത് നിറം മാറുന്നതിലും ഭംഗിയായിട്ട് മനുഷ്യർക്ക് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറാനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുക. ജീവിതത്തിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടാറുണ്ട്. കണ്ടുമുട്ടുന്നവരൊക്കെ ഇങ്ങ് ചാടിക്കയറി നമുക്ക് വിശ്വസിക്കാനോ വിശ്വാസത്തിലെടുക്കാനോ ഒന്നും പറ്റത്തില്ല. വളരെ ഹൈ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ വിശ്വാസ്യത എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ. വളരെ താഴ്ന്ന നിലവാരമുള്ള വ്യക്തികൾക്കൊന്നും ഒരു വിശ്വാസ്യത ഉണ്ടായിരിക്കത്തില്ല. അവരെയൊക്കെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അബദ്ധവും പറ്റും. അതിപ്പോൾ നമ്മൾ പ്രണയിക്കാൻ പോകുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഒരു ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇനി ദീർഘകാലത്തേക്ക് പരിചയം ആയിട്ട് ജീവിക്കേണ്ട, അല്ലെങ്കിൽ അടുത്തിടപഴകി ജീവിക്കേണ്ട ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവരെ എങ്ങനെ അവർക്ക് ശരിക്കും അവരെ വിശ്വസിക്കാൻ സാധിക്കാമോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അവർ ശരിക്കും ട്രസ്റ്റ് വർത്തി ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള 7 ടെസ്റ്റുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അവരുടെ സ്വഭാവം, തനി നിറം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ 100% ഒറിജിനലാണ്. അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും ഒക്കെ ഉള്ളതാണ്. വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഒന്നാമായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, ആ ഒരു മേഖലയെക്കുറിച്ച് നിങ്ങൾ ആ വ്യക്തിയോട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കുകയാണ്, ഈ വ്യക്തി എന്നെ ഇപ്പോൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ചീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ ആ ആളെ വിട്ടിട്ട് വേറൊരാളുടെ പുറകെ ഇയാൾ പോകുമോ, ഇയാളുടെ സ്വഭാവം അതിലെങ്ങനെയായിരിക്കും എന്നൊന്ന് അറിയണമെങ്കിൽ നിങ്ങളിപ്പം വളരെ ഇൻഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ചോദിച്ചാൽ തന്നെ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു, പക്ഷേ ആൾക്ക് വേറെ ഒരാളുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ട്, പക്ഷേ ഇപ്പം ഇനി എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, ഇപ്പോൾ പുള്ളി എന്തോ ഒരു പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയുമ്പോൾ ഈ വ്യക്തി എന്താണ് അതിന് അഭിപ്രായം പറയുന്നതെന്ന് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ ആ വ്യക്തി ഇനി ഒന്നും പറയുന്നില്ല, നിങ്ങൾ ചോദിച്ച് നോക്കുക എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താണെങ്കിലും ആ വ്യക്തി മനസ്സ് ഓർക്കും. അപ്പോൾ ആ വ്യക്തിക്ക് ഈ ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ച് എന്താണോ കാഴ്ചപ്പാടുള്ളത് അതായിരിക്കും അയാൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ അയാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അയാളാണെങ്കിൽ പറയും, ഭാര്യ അറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് അറിയുന്നില്ലെങ്കിൽ ഓക്കെ, അങ്ങനെയൊക്കെ പോയാലും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ചതിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തി പറയണം, അയ്യോ അത് ഒരിക്കലും ശരിയല്ലാത്തൊരു കാര്യമാണ്, ഒരു ആളെ സ്നേഹിക്കുമ്പോൾ അയാളെ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത്, വേറെ ആരുടെയും പുറകെ മനസ്സുഖം കൊണ്ട് പോലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ വ്യക്തിയുടെ ഒരു അഭിപ്രായം, ആറ്റിറ്റ്യൂഡ് അതായിരിക്കും അയാളുടെ സ്വഭാവം. അപ്പം നമ്മളത് ഇൻഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നല്ല ചോദിക്കേണ്ടത്, നമുക്ക് ഉള്ള വേറെ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ അനുഭവമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഇങ്ങനെ ചോദിക്കാൻ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് പുറത്തു വരും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഇടയ്ക്ക് നോ പറഞ്ഞ് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ റിലേഷൻഷിപ്പിൽ എല്ലാത്തിനും എസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കണം. ഇന്ന സാഹചര്യം, നമ്മൾ പേടിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും ലൈഫിൽ, അങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയണമല്ലോ. അപ്പം നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ കണ്ടിട്ടുണ്ട്, അല്ലി ഇപ്പോൾ ആഭരണം എടുക്കാൻ പോകണ്ട എന്ന് സുരേഷ് ഗോപി ചോദിക്കുമ്പോൾ മറ്റേ നാഗവല്ലി പറയും, എന്താ പോയാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ഒറിജിനൽ നാഗവല്ലി പുറത്തേക്ക് വരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചില മനുഷ്യരോട് ചില കാര്യത്തിൽ നമ്മൾ നോ പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഉടനെ അവർ വയലൻ്റ് ആവും, ചൂടാവും. കാരണം ലൈഫാണ്, നമുക്ക് ചില കാര്യങ്ങളിൽ എല്ലാവരും പറയുന്നതിനോട് ചിലപ്പോൾ എസ് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മുടെ വിയോജിപ്പ് നമ്മൾ നോ ആയിട്ട് പ്രകടിപ്പിക്കുമ്പോൾ, അത് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ പോലും അവരിങ്ങനെ വയലൻ്റ് ആവുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ പറയണം, അയ്യോ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല, എന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് അവരിപ്പോൾ വയലൻ്റ് ആവുകയാണോ, എന്തോ നിനക്ക് വിളിക്കാൻ പറ്റാത്ത എന്നുള്ള രീതിയിൽ ചൂടാവുന്നു. അല്ലെങ്കിൽ നമ്മളോട് അവർ പറയണം, എൻ്റെ കൂടെ ഇന്ന സ്ഥലത്തൊന്ന് വരണം എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്താ വന്നാൽ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തോട് അവരോട് വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ അവർ വയലൻ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നമ്മളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പോകുന്നില്ല. നമുക്ക് 2 വ്യക്തികളാകുമ്പം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും, ഒരു പ്രത്യേകിച്ച് സ്നേഹബന്ധമൊക്കെ ആണെങ്കിലും, കുടുംബജീവിതമൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അവിടെ ആ ഒരു ജീവിതം നരകമായി പോകും. കാരണം മറ്റേ ആളുടെ അഭിപ്രായത്തെ മനസ്സിലാക്കാനോ അത് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനോ കഴിയാത്ത വ്യക്തികൾക്ക് ഒരിക്കലും ഒരു സഹിഷ്ണുത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതം അവർ നരകമാക്കി കളയും. മറ്റേ വ്യക്തി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പിലാണെങ്കിലും പല കാര്യങ്ങളിലും നമ്മളൊന്ന് നോ പറഞ്ഞ് നോക്കിയാൽ തന്നെ നമുക്കത് വ്യക്തമായിട്ട് അവരുടെ സ്വഭാവം മനസ്സിലാക്കാം. ഇനി മൂന്നാമതായിട്ട് ഒരാളുടെ റിയൽ സ്വഭാവം അറിയാൻ നമ്മൾ അയാളെ ഒരു ഇച്ചിരി ടെൻഷനുള്ള ഒരു സിറ്റുവേഷനിലാക്കുക, അല്ലെങ്കിൽ ഇച്ചിരി സമ്മർദ്ദം കൊടുത്തു നോക്കുക. അതും അല്ലെങ്കിൽ അയാളെ ഇച്ചിരി പ്രകോപിപ്പിക്കുന്ന രീതിയിലൊന്ന് സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ചിലർ വളരെ വയലൻ്റായിട്ട് പൊട്ടിത്തെറിക്കും,
ചിലർ വളരെ കാമായിട്ട് അവിടെ പോലും തുടരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവരുടെ ഒറിജിനൽ സ്വഭാവം മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നിങ്ങളിപ്പം സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പറയണം, അയ്യോ എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, അടുത്ത മാസം ഒരു നടത്തും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്ന് പറയുമ്പോൾ മറ്റേ വ്യക്തിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഒരു താല്പര്യം ഇല്ലെങ്കിൽ അയാൾ ആ രീതിയിലായിരിക്കും അയാളുടെ എക്സ്പ്രഷൻ. നിങ്ങളുമായിട്ടുള്ള സ്നേഹം ഇപ്പം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു, ഭാവിയിലോട്ട് അതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു പ്ലാൻ പോലും ഇല്ലാത്ത ആളാണെങ്കിൽ പെട്ടെന്ന് പാനിക്കോ, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ അയാൾ തന്നെ ചിലപ്പോൾ ചൂടാവാൻ തുടങ്ങും, നീ എന്തിനാണ് വീട്ടിൽ സമ്മതിക്കുന്നത്. എന്നാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഭാവി എങ്ങനെ കൊണ്ടുപോകണം, നിങ്ങളുടെ മാരേജ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കൂളായിട്ടിരിക്കും. വിവാഹത്തിന് കുഴപ്പമില്ല, നമുക്കത് നമ്മുടെ കാര്യം ശരിയാക്കാം, അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള രീതി വളരെ കോൺഫിഡൻസ് ആയിട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ പറയുകയും ചെയ്യും. നിങ്ങൾക്ക് പരീക്ഷിച്ചറിയേണ്ട ആ വ്യക്തിയായിട്ട് ഒരു സ്ഥലത്തേക്ക് കാറിൽ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ആ ഒരു കാറ് കേടായി എന്നൊന്ന് പറഞ്ഞ് നിർത്തി നോക്കുക. അപ്പോൾ ഈ വ്യക്തി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ആ കാറിനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കറിയാം ആ ഒരു വ്യക്തി ഏത് രീതിയിലാണ് ഒരു കാര്യത്തോട് പ്രതികരിക്കുക. ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ടായിരിക്കും ചിലവർ പറയുക, അതിനൊരു സൊല്യൂഷനായിരിക്കും പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ അവരങ്ങനെ തന്നെയായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർ നല്ല സൊല്യൂഷൻസ് പറയുന്നവരായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ പാനിക്കായിട്ട് വളരെ ദേഷ്യപ്പെടുകയും വഴക്കൂടുകയും വയലൻ്റ് ആവുകയും ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു വ്യക്തി അങ്ങനെ വളരെ സമ്മർദ്ദമുള്ള ഒരു സമയത്ത് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും അയാളുടെ റിയൽ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി ചില പ്രകോപനപരമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ആരാണെങ്കിലും പൊട്ടിത്തെറിച്ച് പോകും, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ പൊട്ടിത്തെറിക്കുമ്പോഴും ആ പൊട്ടിത്തെറി എങ്ങനെയുള്ളതാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട. ചിലർ അതിനനുസരിച്ച് വളരെ മോശം വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വളരെ അശ്ലീലകരമായിട്ടുള്ള ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒട്ടും ഒരു കൾച്ചറില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ളവർ ദേഷ്യപ്പെട്ടാൽ പോലും ആ ഒരു ദേഷ്യത്തിൽ പോലും ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ധാർമ്മിക രോഷമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്വരം അവരുടെ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്ന അവരുടെ ദേഷ്യം പോലും വളരെ മാന്യമായിട്ടുള്ള രീതിയിലായിരിക്കും, അവർ ഉപയോഗിക്കുന്ന ഭാഷയും വളരെ സഭ്യമായിരിക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ, നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു അബദ്ധമൊക്കെ ആ വ്യക്തിയായിട്ടൊന്ന് ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള രൂപം പുറത്തു വരും എന്നുള്ളതാണ്. കാരണം അവർ ശരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയാണോ, എന്തോ വെച്ചോ, സാരമില്ല, ആ രീതിയിൽ അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും അല്ല അതിനൊരു പരിഹാരം പറഞ്ഞു തരികയൊക്കെ ചെയ്യും. എന്നാൽ നിങ്ങളെ ഒട്ട് സപ്പോർട്ട് ചെയ്യാത്ത, നിങ്ങളുടെ ഉള്ളിൽ വെറുക്ക് അല്ലെങ്കിൽ നിങ്ങളെ അത്ര ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് ഉടനെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അത് നിങ്ങളുടെ സ്വഭാവം അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണ്ടേ. അപ്പോൾ ഈ രീതിയിലൊക്കെ പറയുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മളിപ്പം ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയാലും പ്രശ്നം. കാരണം ഇവർ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും അവർ സഹിക്കത്തില്ല, അവർ ചുമ്മാ ചൂടാവും, വഴക്കൂടും. അപ്പോൾ അതൊക്കെ ജീവിതം നരകാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തികൾ ഒരിക്കലും നിങ്ങൾക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കിനെ പ്രതി നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ വന്നു പോയ ഒരു കാര്യത്തെ പ്രതി നിങ്ങളെ ഉപദേശിക്കാനൊന്നും വരത്തില്ല. മറിച്ച് അവർ വളരെ മാന്യമായിട്ട് തന്നെ വിവേകത്തോടു കൂടി തന്നെ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യും. ചിലപ്പോൾ അയ്യോ സാരമില്ല, പ്രശ്നമില്ല, അത് ജീവിതത്തിൽ ആർക്കും അങ്ങനെയൊക്കെ പറ്റും, ഒരു മണ്ടത്തിൽ അതിന് അനുഭവത്തിൽ നിന്ന് പഠിച്ചാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒക്കെ ആയിരിക്കും അവർ പറഞ്ഞു തരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പരിഹാരങ്ങൾ ഇനി അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതി പരിഹാരമൊക്കെ ആയിരിക്കും പറഞ്ഞു തരിക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നാൽ എങ്ങനെയാണ് ഈ വ്യക്തി പ്രതികരിക്കുക, സപ്പോർട്ട് ചെയ്യുമോ, അതോ നിങ്ങളെ ആശ്വസിപ്പിക്കുമോ, അതോ അല്ലെങ്കിൽ വയലൻ്റ് ആവുമോ എന്നൊക്കെ ആ വ്യക്തിയുടെ ഒരു നിങ്ങളെ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെ നമുക്ക് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാം. ഇനി അഞ്ചാമായിട്ട്, ആ വ്യക്തിയുടെ വാക്കുകളും ആ വ്യക്തിയുടെ പ്രവൃത്തികളും തമ്മിലുള്ള പൊരുത്തവും പൊരുത്തക്കേടുകളും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വാക്കൊരു വഴിക്ക് പോകുന്നു, പ്രവൃത്തി വേറൊരു വഴിക്ക് പോകുന്നെങ്കിൽ ഒരിക്കലും ആ വ്യക്തി നമുക്ക് പിന്നെ വിശ്വസിക്കാനുള്ളതില്ല. അപ്പം നമ്മളോട് ഒരു വ്യക്തി ഉറപ്പ് വരികയാണ്, നാളെ ഞാൻ നിന്നെ ഉറപ്പായിട്ടും കാണാൻ വന്നേക്കാം എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ ഇയാൾ പറഞ്ഞ സമയം തൊട്ട് നമ്മളിങ്ങനെ രാവിലെ തൊട്ട് നോക്കി വായും പൊളിച്ചിരിക്കുക, അയാൾ രാത്രി ആയാലും വരുന്നില്ല. എന്നാൽ ഒരു അല്പമെങ്കിലും മാന്യതയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും, ഞാൻ വരത്തില്ല, അയ്യോ എനിക്ക് ഇന്നൊരു പ്രശ്നമാണ് എന്ന് ഇപ്പോൾ വരാൻ സാധിക്കത്തില്ല, ഉറപ്പായിട്ട് അത് നമ്മളെ ഇൻഫോം ചെയ്തിരിക്കുക ഏതെങ്കിലുമൊക്കെ രീതിയിൽ. പക്ഷേ ഒരു മാന്യതയില്ലാത്ത വ്യക്തികൾ ഇങ്ങനെ പറയത്തേ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ചിലരും നമ്മൾ ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ വരാം എന്ന് പറയും, പിന്നെ അവരെ കാണത്തില്ല. എന്നാൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ ഇന്നുകൊണ്ടായിട്ട് പോയെ, അല്ലെങ്കിൽ സോറി, അത് ഒരു സോറിയും പറയത്തില്ല, അവർ ഈ കാര്യത്തെക്കുറിച്ച് ഓർക്കത്ത് പോലുമില്ല. പിന്നെ അത് അവർ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ വാക്കൊരു വഴിക്ക് പോകും, അവരുടെ പ്രവൃത്തി ഒരു വഴിക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് ഒരിക്കലും അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം അവർ ഏത് സമയത്തും എന്ത് വേണേലും പറയും, പക്ഷേ ഒരിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നില്ല, വേറെ രീതിയിലായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഇനി ആറാമായിട്ട്, ആ വ്യക്തി നിങ്ങളോട് രഹസ്യമായി പെരുമാറുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അത് നിങ്ങളും ആ വ്യക്തിയും തനിച്ചുള്ളപ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ആ വ്യക്തിയും പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പരിചയക്കാരുടെയൊക്കെ മുന്നിൽ വെച്ച് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത്, ഇത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക.
ഈ ഒരു പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസം ചിലർക്കുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷിക്കേണ്ടതെങ്കിൽ അപ്പോൾ രഹസ്യത്തിൽ ആ വ്യക്തി നിങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും, ഭയങ്കര കൂട്ടായിരിക്കും, നിങ്ങളുടെ തോളെ കൈയിട്ട് നടക്കും, എല്ലാം ചെയ്യും. പക്ഷേ പബ്ലിക്കായിട്ട് കാണുമ്പോൾ നിങ്ങളെ അടുത്ത് പോലും വരാൻ ആ വ്യക്തി സമ്മതിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. ആ വ്യക്തി നിങ്ങളോട് വളരെ ഗൗരവമായിട്ട് ഫോർമലായിട്ടൊക്കെ ആയിരിക്കും മിണ്ടുന്നത്. ഈ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ്. ചിലർ രഹസ്യത്തിൽ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര പ്രണയമാണ്, പക്ഷേ പബ്ലിക്കായിട്ടൊരു സ്പേസ് വരുമ്പോഴത്തേക്കും അവരെ കണ്ടാൽ പോലും അറിയാത്ത ഭാവത്തിലൊക്കെ നടക്കും. അപ്പോൾ അവരെ അറിയുന്നവരാരും അവിടെ ഇല്ലേ പോലും അവർ പബ്ലിക്കായിട്ട് അവരോടൊന്നും മിണ്ടാനോ ചിരിക്കാനോ ഒന്നും തയ്യാറാകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ കപടതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഭാവിയിലും അവർ ഒരുപക്ഷെ നമ്മളെ സ്വന്തമാക്കി കഴിഞ്ഞാൽ, നമ്മളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഇതേ ഒരു സ്വഭാവം ആവർത്തിക്കും. നമ്മളെ അവർ പബ്ലിക്കായിട്ട് ഏറ്റുപറയാനായിട്ട് ലജ്ജിക്കും, അല്ലെങ്കിൽ നമ്മളെ പബ്ലിക്കായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് അവർ അഭിമാനം അവർക്കുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് നാണക്കേടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഏഴാമായിട്ട് അവർക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റുമ്പോൾ നിങ്ങൾ അവരെ ഒന്ന് സ്നേഹപൂർവ്വം തിരുത്തി കൊടുത്താൽ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ചിലവരങ്ങനെ തിരുത്തി കൊടുക്കുമ്പം ഒരിക്കലും അത് സമ്മതിച്ചു തരത്തില്ല. അങ്ങനെയൊന്നും മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല, എനിക്കങ്ങനെ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഈഗോ ആയിരിക്കും അവർക്ക്. ഒരു രീതിയിൽ ഒരു അംഗീകരിച്ചു തരത്തില്ല. നമ്മൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുക, ഇതൊന്ന് ശരിയാക്കിയത് ഓക്കെ ആവും എന്നുള്ള രീതി പറയുമ്പോൾ അവരത് വിട്ടു തരത്തില്ല. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളോട് ചൂടാൻ തുടങ്ങും. അത് പറയാൻ നിങ്ങളാരാ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നീ പറഞ്ഞത് തെറ്റാണ്, ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിൽ പറയണതാണ്. അപ്പോൾ ഒരു കുടുംബജീവിതത്തിലാണെങ്കിലും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ വിവാഹം കഴിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവർ അഡ്മിറ്റ് ചെയ്യത്തില്ല. നിങ്ങളോട് സോറി എന്ന് പറഞ്ഞൊരു വാക്ക് പോലും പറയാൻ പോകുന്നില്ല. അവരുള്ള തെറ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഒരിക്കലും അവർ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കത്തില്ല. നിങ്ങളത് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവർ നിങ്ങളെ കുറ്റം വെക്കും, അല്ല നിങ്ങളാണ് പ്രശ്നക്കാരെന്നുള്ള രീതിയിലാക്കി തീർക്കും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഒരു വ്യക്തി നമ്മളെ വിശ്വസിക്കുക എന്നുള്ളത് വലിയ പണിയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് അവസാനം നമ്മളെ വിശ്വാസയോഗ്യരാന്ന് കണ്ട് വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പ്രവൃത്തി മതി ഈ ഉണ്ടാക്കിയ വിശ്വാസം എല്ലാം തകർന്നു പോകാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ വ്യക്തിയെ ചതിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയം എത്രമാത്രം തകർന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആരുടെയും ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇടയാവരുത്. നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു വിശ്വാസം എപ്പോഴും നിലനിർത്തുക. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു വിശ്വാസം തകർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്വാളിറ്റി എപ്പോഴും നമ്മുടെ ആ ഒരു സ്വഭാവത്തിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്, ആ ഒരു നല്ല ക്വാളിറ്റി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.